ഇനി പ്രകൃതം എന്ന് പറയാം. ഇന്ന് ഏറ്റവും കൂടുതൽ വനിതാ പൈലറ്റുകളുള്ള സ്ഥലം ഇറാനാണ്. ആ ഇറാനിലെ കുട്ടികൾ പർദ്ദട്ട് കൊണ്ടാണ് ഫ്ലൈറ്റ് ഓടിക്കുക. അവര് ഫ്ലൈറ്റ് ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും അവരുടെ പർദ്ദ അഴിച്ചു വെക്കാറില്ല. രണ്ടാമത്തെ പ്രകൃതം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാലഘട്ടത്തെ പറ്റിയിട്ട് നന്നായിട്ടുള്ള ഒരു അവബോധം നമുക്ക് വേണം. നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യാത്തതുകൊണ്ടാണ്. ആരും കുറ്റപ്പെടുത്തണ്ട. നിങ്ങൾ കോളേജിലേക്ക് പോകുമ്പോൾ ഞങ്ങളെ കുറിച്ച് കുറ്റപ്പെടുത്തിക്കോട്ടെ. കോളേജിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളെന്നെല്ലാം പറഞ്ഞിട്ട് ഞാനൊരു സമുദായത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പറയാം, മൊത്തം മുസ്ലിം ഉമ്മത്തിനെ. ഒരു ഓട്ടോറിക്ഷക്കാരൻ ഷൂയിന്ന് വിളിച്ച ഡബിൾ ഷൂയി പറയാൻ ഇവിടെ തയ്യാറാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ. ക്യാമ്പസിന്റെ ഉള്ളിൽ, ക്ലാസിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പയ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പയ്യൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതിനനുസരിച്ച് തുള്ളലല്ലേ നമ്മുടെ ജോലി. ധൈര്യം എന്ന് പറഞ്ഞൊരു സാധനം നമുക്കില്ല. ഗൾഫിലേക്ക് പോയപ്പോ അവിടെ ക്ലാസ് എടുക്കേണ്ടി വന്നപ്പോ അവിടുത്തെ കോളേജിൽ ഒരു അധികാരി പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ കുട്ടികളെ ഭയങ്കരമായിട്ട് ഇവരുടെ ആകെ പ്രശ്നങ്ങൾ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെയുള്ള പ്രശ്നങ്ങളൊന്നുമല്ല, ആ പെൺകുട്ടികൾക്ക് ക്ലാസ് എടുക്കാനേ പറ്റൂല, മറയത്തെ കെട്ടേണ്ടി വരും. അമ്മാതിരി ഫുള്ള് മുസ്ലിം ഉമ്മ തന്നെയാണ്. പക്ഷെ അമ്മാതിരി ഫാഷൻ പരേഡിന് വരുന്ന മാതിരിയാണ് കോളേജിലേക്ക് വരിക. എന്നിട്ട് ആ കുട്ടികൾക്ക് എടുത്തു കൊടുക്കാൻ പറഞ്ഞ ക്ലാസ് ദീനി ക്ലാസ്സും മനഃശാസ്ത്ര ക്ലാസ്സും ഒന്നുമല്ല. അവരാകെ ഡിപ്രസ്ഡ് ആണ്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ചീത്ത പറയാൻ വയ്യ. ചീത്ത പറയുമ്പോത്തിന് കരയാ. പിന്നെ ഓലെ ആത്മഹത്യ ചെയ്യുക മുതിര. ഇടക്കിടക്ക് ബ്ലേഡ് എടുത്തിട്ട് കയ്യിറക്കുക. ഇതാണ് ഓലെ പ്രശ്നം. ഗൾഫിലെ കുട്ടികൾ ഓത്ത് കുട്ടികളാണല്ലോ ഒക്കെ. ഇവിടെ പഠിച്ചവരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാതൊന്നും ഞാൻ പറഞ്ഞില്ല. ഒരിക്കൽ ഗൈഡ് കോളേജില്, ഇവിടെയുള്ള കോളേജിൽ ഒരു കുട്ടി ഇങ്ങനെ കൊലയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ 5:30 മണിയായി. 5 മണിക്ക് ശേഷം അവിടെ പെൺകുട്ടികളെ കാണരുത് എന്നാണ് അവിടുത്തെ ലിഖിത നിയമം. ലിഖിതാണതാ, ലിഖിത നിയമമല്ല, ലിഖിത നിയമമാണ്. 5 മണിക്ക് ശേഷം. അപ്പൊ 5:30 മണിക്കായിട്ടും കുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ചോദിച്ചു, എന്താ ഈ പോവാത്തെന്ന് ചോദിച്ചു. എന്റെ ആങ്ങളെ വരാൻ കാത്തിക്കാണ്. അപ്പൊ അടുത്ത ഇട വന്നതാ, 2 ആഴ്ചയായിട്ടുള്ള കുട്ടി വന്ന് ചേർന്നിട്ട്. ഞാൻ പറഞ്ഞു, ആങ്ങളെ വന്നില്ലെങ്കിൽ എനിക്ക് എന്താ പെരയിൽ പോണ്ടേന്ന് ചോദിച്ചു. ഞാനുണ്ട്, ഫൈസൽ ബാബു സാറൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ പെരയ്ക്ക് പോവാൻ അറിയില്ല എന്ന്. ഞാൻ ചോദിച്ചു, എന്റെ പെര എവിടെയാണ്? അപ്പൊ ഏതോ തണ്ണീർശാല ഏതോ ഒരു ഇത് പറഞ്ഞേ. അപ്പൊ സംഭവം എന്താന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് 2 ആഴ്ചയായിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ റൂമിൽ നിന്ന് നേരെ വാനിൽ കയറാം. അവിടുന്ന് സ്കൂളിൽ നിന്ന് വാനിന് ഇങ്ങോട്ട് ബ്രോയിലർ കോഴികള്, ഫുള്ള് ബ്രോയിലർ കോഴികൾ. അങ്ങനെയല്ലോ, വിരിക്കണ എടുത്തുനിന്ന് 60 ദിവസം കൊണ്ടാണ് അവർ വിരിച്ചെടുക്കുക. ഒറിജിനൽ കോഴിയൊന്നുമല്ല ഈ തിന്നണത്. 60 ദിവസം കൊണ്ട് വിരിച്ചെടുക്കും, അതിനെ പെട്ടിക്കൂട്ടിലാക്കും, നേരെ വലിയ ഹോൾസെയിൽ മാർക്കറ്റിൽ, അവിടുന്ന് റീറ്റെയിൽ മാർക്കറ്റിൽ അതേ പെട്ടിക്കൂടോട് കൂടി കല്യാണ പെരിയിൽ അർത്തുങ്ങാണ്ട് അതേ പെട്ടിക്കൂട്ടിക്ക് തന്നെ ഇടും. അത് പുറത്തേക്കൊന്നും ഇടൂല. ഇങ്ങനെ വളരുന്ന കുറെ കുട്ടികളുണ്ട്. തീരെ ധൈര്യമില്ല. ഇംഗ്ലീഷ് മീഡിയം എന്ന് അതിനൊരു പേരും. നോ, ധൈര്യം എന്ന് പറഞ്ഞ സാധനമാണ്. നേരെ ഈ ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന് വെറും പഠിത്തം എന്ന് പറഞ്ഞ കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾ മിക്കവാറും എന്തായിരിക്കും? വെറും പഠിത്തം. ഫ്രണ്ട് ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്നിട്ട് മാഷന്മാരെ ക്ലാസ്സും കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക, അത് ഫുള്ള് എഴുതിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ പോയാണ് ബുക്കാട്ടി വാഷന്റെ മാസൻ അമേരിക്കൻ നീഗ്രോ എന്ന് പറഞ്ഞാണ് കുറെ പഠിക്കണ കുട്ടികളുണ്ട്. നേരെ മറിച്ചിട്ട് ചോരപ്പുല്ല് ഇറക്കാൻ അങ്ങോട്ട്, വെള്ളത്തണ്ട് ഇറക്കാൻ അങ്ങോട്ട്, പിന്നെ ആനച്ചവി ഇറക്കാൻ ഇങ്ങോട്ട്, സ്ലേറ്റിന്റെ മൂല പൊട്ടിച്ചാണ്ട് സ്കൂൾക്ക് മൂല പൊട്ടിച്ച് പാണിലെടുക്കാൻ, മറ്റോനെ വേണ്ടൊക്കെ ഒരു മേട്ടം. ഇങ്ങനെ പറഞ്ഞ കുട്ടികളുണ്ടല്ലോ, അവരെവിടെയെങ്കിലുമൊക്കെ എത്തും. കാരണം ഭയങ്കര വളവത്തരായിരിക്കും. പെരയിൽ ബ്രോയിലർ കോഴി ഉണ്ട്, നാടൻ കോഴി ഉണ്ടെന്ന് വിചാരിച്ചോളും. പറ്റിട്ടെടുത്ത് ആദ്യം കൊത്തലേത് അറക്കാൻ വേണ്ടി പിടിക്കാണ്. ബ്രോയിലർ കോഴി നിന്ന് അങ്ങനെ കൊത്തു, പിന്നെ പിടിച്ചാലും വേണ്ടില്ല, അർത്താലും വേണ്ടില്ല എന്നുള്ള കോലത്തില്. അത് നാടൻ കോഴി ഇട്ടെടുത്ത ആൾ ഇട്ടട്ടം നോക്കിയിട്ടേ പറ്റുമക്ക് 2 വട്ടം നോക്കുള്ളൂ. നാടൻ കോഴി അത്രക്കും വിളവത്തരം ഉണ്ടാവും. നമുക്ക് വേണ്ടത് യുക്തിയാണ്, ഈ വിളവത്തരമാണ്. അതുകൊണ്ട് തന്നെ വളരെ അധികം പക്വമായി നടക്കുന്ന പെൺകുട്ടികൾ വരെ ഇമാതിരി ചാനലുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ലോകം, വളരെ മോശമായ ലോകം. എവിടെ എത്തി നമ്മൾ? ഇതിൽ നിന്ന് മാറണം. അതിനാ നമ്മൾ ദീനിൽ സിക്കോൺ ചെയ്യണം എന്ന് പറഞ്ഞത്. ഈ വൃത്തികെട്ട ലോകത്ത് നിന്ന് നമ്മളെങ്കിലും ഒന്ന് മാതൃകയാകണം. നമ്മളെങ്കിലും ഒരു മാതൃക. അതിനാണ് സമകാലികവുമായ ഒരു ബന്ധം. ഏത് ബന്ധം? വൃത്തികേടിന്റെ കാലങ്ങളുമായിട്ടുള്ള ബന്ധമല്ല, ഈമാന്റെ ബന്ധം. അവരെ എങ്ങനെങ്കിലും തിരിച്ചു കൊണ്ടുവരാനുള്ള ബന്ധം. അതിന് നമ്മളെ കൂട്ടത്തിലുള്ള കൂട്ടുകാരികൾ നമ്മളെ പറ്റി പറയണം, ഷീ ഈസ് ദ ലീഡർ ആൻഡ് ഷീ ഈസ് ദ മോഡൽ. ആ രീതിയിലേക്ക് വരണം. അവളാണ് ഞങ്ങൾക്ക് മാതൃകയെന്നും അവളാണ് ഞങ്ങൾക്ക് നേതൃത്വമെന്നും പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം മാറണം. നമ്മൾ പറയണ്ട ഐ ആം ദ ലീഡർ ആൻഡ് ഐ ആം ദ മോഡൽ എന്ന് നമ്മൾ പറയണ്ട. പക്ഷെ മറ്റുള്ളവർ നമ്മളെ പറ്റി പറയണം. ഇത് 15-ാം വയസ്സിൽ നമ്മൾ പെരു ഉറക്കം അവര് സുബൈ 7 മണിക്കാണ് എണീക്കണത്. പിന്നെ എങ്ങനെ നമ്മളെ പറ്റി സംശയം ഇല്ലാണ്ടിരിക്കുക? കല്യാണത്തിന്റെ മുമ്പും ആക്സിഡന്റ് മുമ്പ് ഒരു മന്തപ്പ് വരുന്നതാണ്. ഒരു മന്തപ്പ്. എങ്ങനെ തന്നെ കുറെ പെൺകുട്ടികളൊക്കെ പോയി കണ്ടുവെക്കും. അതിന് ദീന് പോരാ, ഇതിന് മറ്റു പോരാ, ഇത് പോരാ, അതിന് തറവാടിത്തം പോരാ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കും. അവസാനം അവനാണ് കതറാക്കി വെച്ചതുണ്ട്. കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്കുള്ളത് കതറാക്കി വെച്ചിട്ട് നൂറ്റാണ്ടുകളായി. ഇനി അത് പുതിയ കണക്കൊന്നുമില്ല. അത് എഴുതി വെക്കപ്പെട്ടു, പേന ഉയർന്നു, മഷി ഉണങ്ങി. അതാണ് നമ്മുടെ റിസ്ക്. അങ്ങനെ നമ്മൾ പല പെണ്ണൊക്കെ പോയി കണ്ടിട്ട് നമുക്ക് വിരിക്കപ്പെട്ട പെണ്ണിന്റെ മുമ്പിൽ വരുമ്പോഴാണ് ഈ മന്തപ്പ് വരിക.
അങ്ങനെയാണ് ഈ കല്യാണം നടക്കുന്നത്. ആ പെൺകുട്ടികളെ കാര്യം അങ്ങനെ തന്നെയാണ്. അതിനെ വേണ്ട, ഇതിനെ വേണ്ട, മൂപ്പരിക്ക് വിദ്യാഭ്യാസം പോരാ, മൂപ്പരിക്ക് ഇത് പോരാ, അത് പോരാന്നൊക്കെ തോന്നും. അതിന് അവസാനം നമുക്ക് വിധിക്കപ്പെട്ട് വരുമ്പോൾ പറയും ഇനിയിപ്പോ അത് മതി എന്നറിയും. എന്നിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്പെഷ്യൽ കണക്ക് പിന്നെ നോക്കും. അതായിരുന്നു നല്ലത്, മറ്റേതായിരുന്നു നല്ലത്. ഇതൊന്നും തെക്കുതീറുമായി ബന്ധപ്പെട്ടതല്ല. ഇങ്ങനെ കുറെ പ്രശ്നങ്ങളാ. ഇപ്പൊ പെൺകുട്ടികൾ കല്യാണം കഴിച്ച് 3-ാം ദിവസം ഇങ്ങോട്ടന്നെ പോരാ. പെൺകുട്ടിനെ 3 വട്ടം കെട്ടിച്ച് ഇങ്ങോട്ടന്നെ പോകുന്നത്. അങ്ങനെ ആ പെൺകുട്ടിയായിട്ടാണ് വാപ്പിയും കൂടി എന്റെ അടുത്ത് നിൽക്കുന്നത്. ഞാൻ ചോദിച്ചു എന്താ മോളെ ഇങ്ങനെ ചെയ്തത്? 3 ഒക്കെ ഒരു ദിവസം 2 ദിവസം ഇങ്ങോട്ട് നിന്ന് പോകും. അപ്പൊ എന്താന്നറിയോ സീക്രട്ട്? സംഭവം പറഞ്ഞുതരാം. ഇവളും ഇവനും കൂടി, അതായത് വേറൊരു പയ്യനും കൂടി ഭയങ്കര പ്രണയത്തിൽ. ആ പയ്യൻ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മോശമായ പയ്യനാണ്, പൈസ ഒന്നുമില്ല. ഇവള് കുറച്ച് പൈസ ഉള്ള കുടുംബത്തിലുള്ളതാണ്. അപ്പൊ ഇവർ രണ്ടാളും കൂടി ഒരു ഐഡിയ കണ്ടെത്തിയതാണ്. ആദ്യം നിന്നെ കെട്ടിക്കും, പിറ്റേന്നും കണ്ടനെ പോരണം, പിന്നെ നിന്നെ കെട്ടിക്കും, പിന്നെ കണ്ടനെ പോരണം, 3-ാമത് കെട്ടിക്കും, എന്തായാലും 4-ാമതായിട്ട് എന്നെ കൊണ്ട് കെട്ടിക്കും. ഏതെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാ പെൺകുട്ടികളോടും കിന്നരിച്ചടക്കുന്ന ഒരു ആൺകുട്ടിന് ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുമോ? നിങ്ങൾ പറയും. അവിടെയും ലോക്യം, ഇവിടെയും ലോക്യം, ക്യാമ്പസിൽ ഒന്നാകെ ലോക്യം. ആ കുട്ടിനെ ആരും ഇഷ്ടപ്പെടാനാ? ഇതേപോലെ തന്നെ എല്ലാവരോടും ഓവർ സോഷ്യലിസം കളിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിന് ഒരു ആൺകുട്ടി ഇഷ്ടപ്പെടൂല. നിങ്ങൾ എത്ര ഇപ്പൊ 100 PhD ആണ് എന്ന് പറഞ്ഞതിലെടുത്താലും ഒരാണ് ആയിട്ടുള്ള ആളുടെ വിവരം എന്തായാലും ആണ് എന്നതിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതേമാതിരി തന്നെ പെണ്ണ് എന്നതിനെ പറ്റിയിട്ട് ഞാനിവിടെ നിന്ന് പറഞ്ഞാലും, ഞാൻ 100 PhD എടുത്താലും ശരി, പെണ്ണെന്താന്ന് പെണ്ണിനെ തിരിയുള്ളൂ. പരിശുദ്ധമായിട്ടുള്ള സ്വഭാവം. ആ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് നട്ടുച്ചക്കും നട്ടപ്പാതിരിക്കും ഒന്നാണ്. നമുക്ക് വേണ്ടത് മാനേഴ്സ് അല്ല. വീട്ടിലേക്ക് വരുമ്പോ മാനേഴ്സ്, ടേബിൾ മാനേഴ്സ്, ഹോട്ടൽ മാനേഴ്സ്, ക്ലാസ് മാനേഴ്സ്, അതൊക്കെ താൽക്കാലികമാണ്. ക്ലാസ് ആണ്ട് കഴിഞ്ഞാൽ പിന്നെ അവനെ മാനേഴ്സ് ആണ്ട് പോകും. അതല്ല നമുക്ക് വേണ്ടത്. കൾച്ചർ, സംസ്കാരമാണ്. സംസ്കാരം എന്ന് പറഞ്ഞാൽ ദീനാണ്. ദീനാണ് സംസ്കാരം. ആ ദീൻ എന്ന് പറഞ്ഞാൽ നട്ടുച്ചക്കും നട്ടപ്പാതിരിക്കും ഒരേ പ്രകൃതം. അതാണ് ദീൻ. നട്ടപ്പാതിരിക്ക് വേറെ മാറാ, നട്ടുച്ചക്ക് വേറെ മാറാ, ആളുള്ളപ്പോ പ്രകൃതം മാറാ, ആളില്ലാത്തപ്പോ പ്രകൃതം മാറാ. നാട്ടുകാരോടൊരു വർത്താനം പറയാ, ഭാര്യനോട് വേറൊരു വർത്താനം പറയാ. ഭാര്യനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കണം, ഒരിക്കലും മടിക്കരുത്, ചീത്ത പറയരുത്. ഞാനിവിടെ നിന്ന് പറയാം, നിങ്ങൾ എന്റെ വരയ്ക്ക് പോകാൻ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് മൂപ്പരെ കഥ ഒരു കഥയെന്ന് ഓള് പറയാ. എന്താ കഥ? ഇല്ല. ജീവിതത്തിൽ എല്ലാ തലത്തിലും അത് ഉണ്ടായിരിക്കണം. അതുണ്ടായിരിക്കണം. നമ്മുടെ ഈമാനിയാത്ത്, ഇബാദാത്ത്, മുആമലാത്ത്, മുആശറാത്ത്, അഖ്ലാഖ്, ഈ 5 മേഖലകളും നമ്മൾ പെർഫെക്റ്റ് ആകണം. നമ്മുടെ ഈമാൻ പെർഫെക്റ്റ്, നമ്മുടെ ഇബാദത്ത് പെർഫെക്റ്റ്, നമ്മുടെ സാമ്പത്തിക സ്വസ്ഥത പെർഫെക്റ്റ്. അതായത് സാമ്പത്തികത്തിൽ ഇങ്ങോട്ടോ അങ്ങോട്ടോ വരുന്നതിൽ ഒരു ഹറാം ഇല്ലാണ്ടിരിക്കുക, ജീവിതത്തിൽ ഹറാമുമായി ഒരു ബന്ധവും ഇല്ലാതിരിക്കുക. അത് കാറ് വാങ്ങുന്നിടത്തായാലും വേണ്ടില്ല, സ്വർണം വാങ്ങുന്നിടത്തായാലും വേണ്ടില്ല, എന്ത് വാങ്ങുന്നിടത്തായാലും വേണ്ടില്ല. സാംസ്കാരിക ജീവിതം, അതാണ് മുആശറാത്ത്. ആ സാംസ്കാരിക ജീവിതത്തിൽ നമ്മുടെ അയൽവാസി ഒരു ഹൈന്ദവനാണോ, നമുക്കൊരു ബാരിക്കേടും പാടില്ല. പാവം ഒരു വേലായുധേട്ടൻ ഉണ്ട് എങ്കിൽ ആ വേലായുധേട്ടനും സ്വർഗത്തിൽ പോകണം. പാവം ഒരു ശ്യാമള ചേച്ചി ഉണ്ടെങ്കിൽ ആ ശ്യാമള ചേച്ചിയും സ്വർഗത്തിൽ പോകണം. അതുകൊണ്ട് നമുക്ക് വാക്കായിട്ട് ചിലപ്പോൾ പറയാൻ പറ്റൂല നിങ്ങൾ ഇങ്ങോട്ട് വരുന്നൊന്നും. അപ്പൊ നമ്മൾ ജീവിതം കാണിച്ചു കൊടുക്കണം. നമ്മുടെ ജീവിതം കാണിച്ചു കൊടുത്തിട്ട് അവരോട് നമ്മൾ രഹസ്യമായി പറയണം, കൂനു മിഥലന, നിങ്ങൾ ഞങ്ങളെ പോലെ ആയിക്കോളി. ആ ജീവിതമാ കാണിച്ചു കൊടുക്കേണ്ടത്. ജീവിതം കാണിച്ചു കൊടുത്തിട്ടാ ഇവിടെ എല്ലാ ആൾക്കാരും ദാവത്ത് നടത്തിയിട്ടുള്ളത്. നിങ്ങളറിയോ, ഇവിടെ 12 ആൾക്കാരും മാലിക് ബിൻ ദിനാറും കൂട്ടരും വന്നല്ലോ. ഒരേ ഭാഷ ഇവിടെ അറിയായിരുന്നു ആൾക്കാർക്ക്. ഇബ്നു ഖാസിമും കൂട്ടരും വന്നല്ലോ ഉത്തരേന്ത്യയിൽ. ഇബ്നു ഖാസിം 17 വയസ്സുകാരനാ. തിരിച്ചു പോകുന്ന സമയത്ത് 19 വയസ്സാണ്. കയ്യെ പിടിച്ച് തൂങ്ങിയത് അവിടെയുള്ള ഉത്തരേന്ത്യയിലുള്ള പാവം ഹൈന്ദവരാണ്, അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ആളുകളാണ്. അവരൊക്കെ നമ്മളെ മാറ്റിപ്പെട്ടവരല്ല. ഇബ്നു ഖാസിമെ പോകരുത് എന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് തൂങ്ങി കരഞ്ഞത് ആ സമുദായമാണ്. ഈ സമുദായത്തിന്റെ ഇന്നത്തെ സ്വഭാവം ഇവിടെ പോയി. നമ്മുടെ അയൽവാസി, അത് നമുക്ക് രാത്രി ഒരു ചർച്ച, പകലൊരു ചർച്ച, ഡോർ അടച്ചിട്ടൊരു ചർച്ച, ഡോർ തുറന്നിട്ടൊരു ചർച്ച ഇല്ല. ഇസ്ലാം സമാധാനമാണ്, എന്നും സമാധാനമാണ്. എല്ലാ ആളുകളെയും ഉൾക്കൊള്ളാനുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകണം. ആകാശം പോലെ വിശാലമായ ഒരു ഹൃദയം. ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങൾ ഉൾക്കൊണ്ടാലും പിന്നെയും സ്ഥലം ബാക്കിയാണ്. ആകാശം പോലെ വിശാലമായിരിക്കണം നമ്മുടെ ഹൃദയം. ഭൂമിയെ പോലെ ക്ഷമയുള്ള ഹൃദയം. ഭൂമി എത്ര ആഴത്തിൽ കളിച്ചാലും ശരി, കൊടുക്കുന്നത് മുഴുവൻ ദാഹജലമാണ്. എത്ര ആഴം കൂടുന്നോ അതിനനുസരിച്ച് ദാഹജലം കൂടുതലാണ്. ഈ രീതിയിലുള്ള ഒരു വിശാലമായ ഒരു ഹൃദയവും ഒരു സഹിക്കാൻ കഴിവുള്ള ഒരു ഹൃദയവും. പിന്നെയോ നമ്മൾക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന ആള് നമ്മുടെ പിതാവാണെന്നും ആങ്ങളയാണെന്നും ഭർത്താവാണെന്നും മകനാണെന്നുമുള്ള വിശ്വാസവും അങ്ങനെ പരിഗണിക്കണം. നമ്മൾ ആയിഷ ബീവിനായിട്ടുള്ള ഡീലിങ്സ് നോക്കി, റസൂലുള്ളാഹിനായിട്ട് ആയിഷ ബീവി കാണിച്ച ഡീലിങ്സ് നോക്കി. അപ്പൊ നമുക്ക് മനസ്സിലാവും. അപ്പൊ സ്വസ്ഥപൂർവ്വമുള്ള ഒരു ജീവിതം ഉണ്ടാകും. നല്ല വിദ്യാഭ്യാസത്തിലൂടെ, ഇടപെടലിലൂടെ, നല്ലൊരവസ്ഥയിലൂടെ നമുക്ക് മുന്നേറാൻ സാധിക്കണം. വരും തലമുറ നമുക്കൊരു മാതൃകയായിരിക്കണം. നമ്മൾ അവർക്കും ഒരു മാതൃകയായിരിക്കണം. നമ്മൾ നല്ല ലീഡർഷിപ്പ് ഉള്ളവരായിരിക്കണം. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് എ ഗുഡ് ഷെപ്പേർഡ്, ആട്ടിടയനെ പോലെ ആയിരിക്കണം എന്നാണ്. ആട്ടിടയനെ പോലെ ആയിരിക്കണം. നല്ല ആട്ടിടയനാണ് നല്ല ലീഡർ. എല്ലാറ്റിനും ഇങ്ങനെ കൊണ്ടുപോകും, തൊലിച്ചിട്ട് ബാക്കിലായിരിക്കും പോണത്, പക്ഷെ എല്ലാറ്റിനെയും മുമ്പിലെത്തിക്കും. ഇതേമാതിരി നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ആളുകളെയും, ബലഹീനമായി കിടക്കുന്നവരെയും പാവങ്ങളെയും എല്ലാ ആൾക്കാരെയും ഒരുപോലെ കൊണ്ടുപോകണം. കാരണം ഒരു ചെയിനിന്റെ ശക്തി
അത് അതിന്റെ ഏറ്റവും വീക്കായിട്ടുള്ള കണ്ണിയിലാണ്. ആ വീക്കായിട്ടുള്ള കണ്ണി പൊട്ടുമ്പോഴാണ് പറയുക ചെയിന് പൊട്ടിയെന്ന്. ആ വീക്കായിട്ടുള്ള കണ്ണി പൊട്ടാതെ നോക്കണം. നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി സ്നേഹത്തോടെ ഇസ്ലാമിന്റെ നിർവൃതിയിൽ, അതേപോലെ തന്നെ യശസ്സിൽ, ഇസ്സത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. വിദ്യാർത്ഥിത്വത്തിന്റെ ഏറ്റവും വലിയ മാതൃകകളായി മാറാൻ, ഈ പറയപ്പെട്ടിട്ടുള്ള ചാബല്യങ്ങളിലേക്കൊന്നും പോകാതെ, എന്നാൽ അത് തിരിച്ചറിഞ്ഞ് അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ സംഗമത്തിൽ എന്നെ ക്ഷണിച്ചതിന്, എന്നെ കേട്ട കാതുകൾക്കും എന്നെ കണ്ട കണ്ണുകൾക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ